ഈ ഹമാസിന് പെട്ടെന്ന് അച്ഛനില്ലാതായി. ഹമാസിൻ്റെ തലവൻ ഇസ്മയിൽ ഹനയ്യ ഇന്നലെ കൊല്ലപ്പെട്ടു. ഇറാൻ്റെ പുതിയ പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോയതാണ്. ടെഹ്റാനിൽ വെച്ച് ഇസ്രയേൽ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇസ്രായേലാണ് എന്ന് ഹമാസ് പറഞ്ഞതേ ഉള്ളൂ. ഇസ്രായേൽ ഏറ്റെടുത്തിട്ടൊന്നുമില്ല. ഇസ്രായേൽ ഞങ്ങൾ ചെയ്തെന്ന് പറയും, ഇസ്രായേൽ സൈലൻ്റാണ് ഈ നിമിഷം വരെ. അവരുടെ അക്ഷരം വേണ്ടിയിട്ടില്ല. ഞങ്ങൾ ചെയ്തതാണെന്നോ ചെയ്യാത്തതാണെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഹമാസ് പറയുന്നു ഇസ്രായേലിൻ്റെ റെയ്ഡിലാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. പിന്നെ ഈ ഒരു തലവൻ മരിച്ചുകൊണ്ടൊന്നും ഹമാസ് മരിക്കാൻ പോകുന്നില്ല. ഹമാസിൻ്റെ തലവൻ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലായിരിക്കുന്നു, പിണറായി വിജയൻ. മനസ്സിലായി? ഇവരുടെയൊക്കെ യഥാർത്ഥ തലവൻ പിണറായി വിജയനാണ്. അവരുടെ ഫൈനാൻസും കാര്യമൊക്കെ നോക്കുന്ന ഖത്തറിൽ താമസിച്ചുകൊണ്ടിരുന്ന സുഖമനായ കക്ഷിയാണ് അയാൾ നെഗോസിയേഷൻ, ഖത്തർ പിന്നെ ഇറാൻ പിന്നെ ലെബനൻ ഇവരെയൊക്കെ ചേർന്നിട്ട് ഇസ്രായേലുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ഉടുപ്പൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. ഇസ്രായേൽ തയ്യാറല്ലെന്നേ ഉള്ളൂ. ഒടുവിൽ ഫൈനലി എത്തിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞു എന്താണ് നടക്കുന്നത്, അല്ലാതെ സമാധാന ചർച്ചയാണ്. ശരി, ഒരു കാര്യം ചെയ്യും, ഒരിച്ചിരി മാറി നിന്ന് ചർച്ച ചെയ്തു, ഇവിടെ അടി നടക്കുക, ഇതിൻ്റെ നടക്ക് ചേട്ടൻ്റെ പ്രാണം പോകും, അതുകൊണ്ട് അല്പം മാറി നിന്ന് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ് അവർ മാറ്റി നിർത്തി. അവരുടെ ഇസ്രായേലിൻ്റെ എന്തോ പേരിന് ഒരാളെ കൊടുത്ത് ചർച്ചിച്ചോളാൻ പറഞ്ഞു. ഇതാണ് സംഗതി. ഇസ്രായേൽ ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ പോകുന്നില്ല. ഈ മനുഷ്യൻ മരിച്ചാലും ജീവിച്ചിരുന്നാലും ഇസ്രായേലിനൊരു ചുക്കുമില്ല. ഞാൻ അത്ഭുതപ്പെടുന്നത് ഇസ്രായേൽ ഇതുവരെ അത് ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഇയാളുടെ പിന്നാലെ ഇസ്രായേൽ ഉണ്ടല്ലോ. ഏപ്രിൽ 10 ഇയാളുടെ 3 മക്കളെ കൊന്നു. ഹസിം, അമീർ, മുഹമ്മദ്. അതൊക്കെ പറഞ്ഞു കൊല്ലുന്നതല്ലേ? 2 ചെറുമക്കളെ കൊന്നു. അവർ പറഞ്ഞാണല്ലോ കൊല്ലുന്നത്. ഇതിപ്പോൾ അവർ ഏറ്റിട്ടില്ല. ഇസ്രായേൽ ഞങ്ങൾക്ക് പങ്കുണ്ടെന്നോ ഞങ്ങളുടെ ആൾക്കാരാണ് കൊന്നതെന്നോ ഒന്നും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. ഒരു പ്രതികരണവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഇടയ്ക്ക് വല്ല പ്രതികരണം വന്നെങ്കിലും ഇസ്രായേൽ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ എനിക്കറിയില്ല. കാരണം ഇറാൻ്റെ കളികൾ അജ്ഞാതമാണ്. ഇറാൻ തന്നെ ശരിയാക്കിയതാവോ? പിന്നെ അല്ലാതെ ഈ ശല്യത്ത് ഒരെണ്ണം ഒഴിവായി കിട്ടുമല്ലോ. എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യം, ഇറാൻ ഷിയയും ഇവന്മാർ സുന്നിയുമാണ്. ഈ പറഞ്ഞ ഇസ്രായേൽ ഹമാസ് ശത്രുതയേക്കാൾ എത്രയോ വലിയ ഹിസ്റ്റോറിക്കൽ ശത്രുതയാണ് സുന്നി ഷിയ തമ്മിലുള്ളത്. പക്ഷെ ഞാൻ വായിച്ചത് ഈ ഹനിയയ്ക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കൊടുത്തിട്ടുള്ള 2 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഇറാനും ഒന്ന് തുർക്കിയും. അതും അതിലപ്പുറമൊക്കെ കൊടുക്കുന്നേ. നമുക്ക് ഇന്ത്യക്ക് പാലസ്തീൻ എംബസിയുണ്ട് ഡൽഹിയിൽ. പാലസ്തീൻ എന്ന രാജ്യത്തെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആയുധം കൊടുക്കുന്നത് ആർക്കാണ്? ഇസ്രായേലിനാണ്. അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇത് ചെയ്യും. ഇതൊക്കെ പുറമെ പലവിധ കളികളൊക്കെ നടക്കും, ഉള്ളിൽ വേറെ കളികൾ നടക്കും. ഇപ്പോൾ ഈ ഹമാസിൻ്റെ തലവനെ ഇറാനിൽ വെച്ച് കൊന്നത് ഇസ്രായേലാണെങ്കിൽ ഇസ്രായേലിനത് പറയാമല്ലോ, യെസ് ഞങ്ങളാണ് ചെയ്തത്. അവർ പറഞ്ഞുകൊണ്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ലെബനിലെ ഹിസ്ബുള്ളയെ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ ദിവസം 3-4 ആയി അവർ തിരിച്ചടിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴാണ് അവരടിക്കുന്നതെന്ന് പറയാനും പറ്റില്ല. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ഇസ്രായേലിൻ്റെ ഒരു കുട്ടിയെ ഇവർ അന്ന് PLO ആണ്, മറ്റേ ഒറിജിനൽ തമ്പുരാൻ യാസർ അറാഫത്തിൻ്റെ കാലത്ത് ഇസ്രായേലിൻ്റെ ഒരു കുട്ടിയെ അവർ കൊന്നു. ഇന്നിപ്പോൾ ഹിസ്ബുള്ള കൊന്നിരിക്കുന്നത് 11 കുട്ടികളെയാണ്. ഇസ്രായേൽ ഒന്നും ചെയ്തില്ല ഒരു കുട്ടിയെ കൊന്നിട്ട്. ദിവസം 1 ആയി 2 ആയി 3 ആയി 4 ആയി ഇസ്രായേലിനെ കളിയാക്കാനൊക്കെ തുടങ്ങിയ ആൾക്കാർ ഇവനെ കൊണ്ട് എന്തിനു കൊള്ളാം, ഇവൻ്റെ ഗ്യാസ് പോയി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഇസ്രായേലിൻ്റെ ഒരു 24 മിലിറ്ററി ജീപ്പുകൾ ഈ പലസ്തീൻ ഏരിയയിലേക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നു. മിലിറ്ററി ജീപ്പ് മാർക്കറ്റിലെ ഓരോ കടയിലും അങ്ങോട്ട് കയറുന്നു ഇറങ്ങുന്നു, ചുമ്മാ ഇടിച്ച് കയറുന്നു ഇറങ്ങുന്നു, ഇടിച്ച് കയറുന്നു ഇറങ്ങുന്നു. 2 വശത്ത് എത്ര പേര് മരിച്ചു, എത്ര എണ്ണം ഓടി, എത്ര പേര് ചതഞ്ഞു അരഞ്ഞു, ഗർഭിണികൾ, കുട്ടികൾ. അതാണ് തുറുപ്പി. ഇതൊക്കെ പണ്ടറടങ്ങിപ്പോയി. അവർക്ക് യാതൊരു മടിയുമില്ല ഇതൊക്കെ ചെയ്യാൻ. പക്ഷേ അവർ തീരുമാനിക്കുന്ന മൊമെൻറ്റിലേ അവർ ചെയ്യുള്ളൂ. നമ്മളെപ്പോലെ ഈ ആഹ്ലാദാരവും മുഴക്കുക, കൊടുക്കും അടിച്ചടാ എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുക, ഈ പരിപാടി ഇസ്രായേലിനില്ല. അവർ മിലിറ്ററി പ്രിസിഷനോടെ അവരുടെ കാര്യങ്ങൾ നടത്തും. അതാണ് അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരം. അവർ ഈ റെട്ടറിക്കിൻ്റെ വായ്ത്താരിയുടെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവർ ഭസ്മമായി പോയനെ. ഈ യുണൈറ്റഡ് നേഷൻസിന് പുല്ലുവിലയാണ് അവർ കൽപ്പിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പുല്ലുവിലയാണ് അവർ കൽപ്പിച്ചിരിക്കുന്നത്.
ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒളിമ്പിക്സിൽ പോലും അവരൊരുമാതിരി അൺടച്ചബിളാണ് പാവം ഇസ്രായേൽ. ഒരു സ്ഥലത്തും അവരെ അംഗീകരിക്കുന്ന ആരുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം മേല് കീഴ് ഇല്ലാതെ നിൽക്കുകയാണ്. ഒരു സിനിമയിൽ ജയറാം തൊഴിലും ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരോ ചൊറിഞ്ഞ വർത്തമാനം പറയുമ്പോൾ ജയറാം പറയുന്നുണ്ട്, ഇതേ മേലെ ആകാശം താഴെ ഭൂമിയായിട്ട് നിൽക്കുകയാണ് ഞാൻ. ഈ കത്തി അങ്ങോട്ട് പളക്കി കയറ്റിയാലുണ്ടല്ലോ, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ആ അവസ്ഥയാണ് ഇസ്രായേലിൻ്റെ. അവന് നേടാനൊന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് അവന് ആരെയും ഭയമില്ല. അതുകൊണ്ട് ഈ തല്ലിപ്പുള്ളിയെ കൊന്നതാണെങ്കിൽ കൊന്നതാണെന്ന് പറയാൻ ഇസ്രായേലിന് എന്താ മടി? പക്ഷേ ഇതിനകത്തൊരു മര്യാദ കേട്ടില്ലേ? ഒരു രാജ്യത്തലവൻ്റെ സ്ഥാനാരോഹണം നടക്കുന്നു, ഒഫീഷ്യലി നമ്മുടെ രാജ്യത്തും പ്രധാനമന്ത്രി ചാർജ് എടുക്കുന്നു. അതുപോലുള്ളൊരു ചടങ്ങിന് വരുന്ന ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ മര്യാദയാണോ? കൊല്ലാൻ കയ്യിൽ കിട്ടിയപ്പോൾ കൊല്ലണം, മനസ്സിലായോ? കർണൻ്റെ തേര് ചെളിയിൽ പൊതഞ്ഞ് കിടന്നപ്പോഴാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് കൊല്ലടാ അവനെ. അപ്പോൾ അർജുനൻ ബബ്ബ പറഞ്ഞു, അല്ല അവൻ്റെ തേര് ചെളിയിൽ പൊതഞ്ഞ് കിടക്കുകയല്ലേ, ആ സമയത്ത് അമ്പയ്യാം. കർണനും പറഞ്ഞു, ന്യായമാണോ നീ എന്നെ ഇപ്പോൾ ആക്രമിക്കാൻ പറയുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും ഇത് തേര് വിളിക്കെടുക്കട്ടെ, അതല്ലേ അതിൻ്റെ മര്യാദ, ധർമ്മം. കൃഷ്ണൻ പറഞ്ഞു, ആഹാ നീ എന്ന് മുതൽ ഈ ധർമ്മമൊക്കെ പറഞ്ഞു തുടങ്ങിയത്? ആ പെങ്കൊച്ചിൻ്റെ തുണി അഴിക്കാൻ നേരത്ത് പൊട്ടിച്ചിരിച്ചനല്ലടാ നീ. അപ്പോൾ എവിടെ പോയിരുന്നു നിൻ്റെ ധർമ്മം? ഒരു 4 ചോദ്യം അർജുനോട് പറഞ്ഞു, തട്ടടാവന്. വെൻ ഈസ് ഇൻ ദ വീക്കസ്റ്റ് പൊസിഷൻ കിൽ ഹിം, ഫിനിഷ് ഹിം. ഇപ്പം നമ്മൾ ഭഗവത്ഗീതയെ ഉപേക്ഷിച്ചു, ഇസ്രായേൽ ഉപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേൽ അതനുസരിച്ചാണ് പെരുമാറുന്നത്. എവിടെയാണോ ആരാണോ വൾണറബിൾ അവിടെ വെച്ചങ്ങ് തട്ടിയേക്കുക അവനെ. അല്ലാതെ ആ ഈക്വൽ പൊസിഷനിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കും. ഇതൊന്നും ഇൻ്റർനാഷണൽ ഈ റിലേഷൻസിൽ ഇല്ല. അവനവൻ്റെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ തത്വന്യായമൊന്നുമില്ല. അത് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പരുവത്തിലായത്. അല്ല, ഇതിപ്പോൾ വേണ്ടാത്തടത്ത് ഭഗവത്ഗീത പറയുക, വേണ്ടിടത്ത് ഉപയോഗിക്കാതിരിക്കുക. ഇറാൻ ക്ഷണിച്ചിട്ടായിരിക്കുമല്ലോ ഹനിയ പോയിരിക്കുന്നത്. അപ്പോൾ അത് ഇറാന് നേരെയുള്ള അടികൂടല്ലേ അല്ലേ? അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വ്യാഖ്യാനിച്ചോ. ഇറാൻ എന്ത് ഞൊട്ടാനാണ് ഇസ്രായേലിനെ? ദൂരെ എത്രയുണ്ട്? ഇറാൻ്റെ 4 ഇൻ്റലിജൻസ് മേധാവികൾ, ജനറൽമാരെ ഇവർ കൊന്നു ഇസ്രായേൽ. എവിടെ? സിറിയയിൽ വെച്ചിട്ട്. സിറിയൻ എംബസിക്കടുത്ത് ഒരു ചാവടി പണിഞ്ഞ് അതിനകത്ത് ഈ ആശാന്മാരിരുന്ന് കുത്തിത്തീർപ്പ് ഉണ്ടാക്കുകയായിരുന്നു. അവരെ കൊന്നു. എന്ത് ചെയ്തു ഇറാൻ? ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആകാശത്തേക്ക് ഒരു റോക്കറ്റ് വിട്ടു. അത് ശൂന്യാകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ തീർത്തുക. നല്ല ഭംഗിയായിരുന്നു അത്. ഒരു ഗ്ലോബായിട്ട് ഇങ്ങനെ പൊട്ടി വിരിഞ്ഞ് അതങ്ങില്ലാതെയാകും. ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇതോടെ നിർത്തി, ഇനി പ്രശ്നമില്ല, നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ഇസ്രായേലും പറഞ്ഞു പ്രശ്നമില്ല. അത് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രസിഡൻറ്റും മരിച്ചു. ആ പ്രസിഡൻറ്റിനെ അങ്ങേരെ ആര് തട്ടിയെന്ന് ഇതുവരെ അറിയാമോ? തട്ടിയതാണെന്നുള്ള ഏകദേശം ഉറപ്പാണ്. അപകടമൊന്നുമല്ല, തട്ടിയതാണ്. അതും മോസ്റ്റ് വൾണറബിൾ മൊമെൻറ്റ് നോക്കിയിട്ട് തട്ടിയതാണ്. ഇതൊക്കെ സംഭവിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ വേറെ കാര്യം, ഇപ്പോൾ ഞാനിപ്പോൾ കേട്ടത്, ഇപ്പോൾ എർദോഗാൻ ഉണ്ടല്ലോ, ഇപ്പോൾ പുതിയ ഖലീഫ തുർക്കിയിലെ, പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ലിബിയയിലൊക്കെ കാണിച്ചതുപോലെ ഞങ്ങൾ ഇസ്രായേൽ ഞങ്ങൾ ഇടപെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടപെടട്ടെ എന്ന് എത്ര കാലമായി ഈ വാചകമൊക്കെ അടിക്കുന്നു. കാരണം അവരുടെ ഉദ്ദേശം എന്താ? അവരാണ് ലോകത്തിൻ്റെ അധിപന്മാർ. ഖലീഫ, തുർക്കിയിലെ ഖലീഫയാണല്ലോ ഖലീഫ. ബാക്കി മുസ്ലിമൊന്നും മുസ്ലിമല്ല. ഇത് മറ്റുള്ളവർക്ക് സമ്മതമല്ല. ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയുള്ളവരാണ് സൗദി അറേബ്യ. അവർ മിണ്ടാതിരിക്കുന്ന കാര്യം അവരിവരെ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല. നീയൊക്കെ പോടാന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കുന്നത്. സൗദി അറേബ്യ മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും ഈ എർദോഗാൻ. ഇറാനും പറയും അല്ല എന്ന്. മറ്റേ സൗദി അറേബ്യ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? ലോകത്തിന് അവഗണിക്കാൻ പറ്റുമോ? അപ്പോൾ അത് അവർ തമ്മിലുള്ള ഡൈനാമിക്സാണ്. അതിൻ്റെ പേര് ഒരു സ്ട്രാറ്റജിക്കലി മോശം പവറൊന്നും അല്ലല്ലോ. ആര്? തുർക്കി. മോശം പവറൊന്നുമല്ല. പക്ഷേ ഇതിൽ കൊണ്ടൊന്നും തലവയ്ക്കാൻ തുർക്കിക്ക് താല്പര്യമില്ല ഉണ്ടെന്നാണ് ബാക്കിയുള്ളവർ സമ്മതിക്കുന്നത്. കാരണം തുർക്കിയുടെ ഉദ്ദേശം അവന് ഖലീഫയാകുക എന്നുള്ളതാണ്, അല്ലാതെ ഇസ്രായേലിനെ ദ്രോഹിക്കുക എന്നുള്ളതല്ല. ഇത്ര വലിയ മഹാനാണ് തുർക്കിയെങ്കിൽ തുർക്കിക്ക് പറയാമല്ലോ, ഗാസയിലെ ആൾക്കാരെല്ലാം വിമാനം കയറി ഇങ്ങോട്ട് പോരാ, ഞാൻ നോക്കിക്കോളാം. നടന്നു തന്നെ അത് പറയുമോ? ഇല്ലല്ലോ. അവന് അവിടെ ഗസയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതല്ലാതെ അവിടുത്തെ ആൾക്കാരെ, സ്ത്രീകൾ, ഗർഭിണികൾ, കുട്ടികൾ, ഇവരെ വിമാനം കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയാണ്. അവിടെ കൊണ്ടുപോയി സംരക്ഷിക്കും. തുർക്കിയിൽ എന്താ സ്ഥലമില്ല, വലിയൊരു രാജ്യമല്ലേ തുർക്കി. കൊണ്ടുപോയി സംരക്ഷിച്ചോ, ഇഷ്ടംപോലെ കാശുമുണ്ട്. ഈ TG പിണറായിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതുപോലെ ഇവർക്കും പൊളിറ്റിക്കൽ ബ്യൂറോയാണ്. അതൊക്കെ അതിൻ്റെ തലവനാണ് ഇപ്പോൾ ഹനിയ.
ഇത് ഇപ്പോൾ നോക്ക്, നമ്മൾ ഈ മുണ്ടക്കൈ ദുരന്തം നടന്നല്ല, അവിടെ നാളെയാണ് പിണറായി വിജയൻ പോകാൻ പോകുന്നത്, മനസ്സിലായി. അതേസമയം പാലസ്തീൻ്റെ കേസിൽ ഇമ്മീഡിയറ്റ് ജാഥ നടത്തുന്ന ആളാണ്. ഇപ്പം മിണ്ടാത്തത് തിരഞ്ഞെടുപ്പ് അടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പുള്ളി മുണ്ടക്കൈ വിട്ടിട്ട് ഇതിൻ്റെ പിന്നാലെ പോകും. ഹർത്താൽ, അനുശോചന പ്രമേയം ഒക്കെ ഉണ്ടാവും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് അനുശോചന പ്രമേയം എഴുതി തയ്യാറാക്കി പാസ്സാക്കി അവിടെ വയ്ക്കും, പുറത്തു വിടുകയില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് പുറത്തു വിടും, ബാക്ക് ഡേറ്റ് ഇട്ട്. ഇന്നത്തെ ഡേറ്റിലോ ആയിരിക്കും. പക്ഷേ എം സ്വരാജിൻ്റെ ഒരു പ്രസ്താവന പ്രതീക്ഷിക്കാവുന്നതാണ്. ആ, പുള്ളിയല്ല ഇസ്രായേൽ അല്ല പലസ്തീൻ എന്ത് ചെയ്താലും ഹമാസ് എന്ത് ചെയ്താലും അതൊരു തെറ്റല്ല എന്ന് പറഞ്ഞ ആളാണ്. അതെ അതെ അതെ, അതങ്ങനെ അതിൻ്റെ ന്യായം അങ്ങനെ, അതിനെയാണ് എം സ്വരാജ് സത്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം നമുക്കെല്ലാം ഈ സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മുടെ അന്വേഷണം തീരുകയാണ്. ഇങ്ങർക്കത് തീരുകയില്ല, അത് കഴിഞ്ഞ് മാന്ത്രണമില്ല. അപ്പോഴല്ലേ സത്യം സത്യമല്ലാതെ ആകുള്ളൂ. അതാണ് സത്യാനന്തരം. എന്തുമായിക്കോട്ടെ, ഇതൊക്കെ ചെയ്യും, ഇതൊന്നും ചെയ്യാതിരിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ എത്തേണ്ടതല്ലേ, എത്തിയിട്ടില്ല. ഇന്ന് ഗവർണർ അവിടെ എത്തും, മുഖ്യമന്ത്രി നാളെ എത്തുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേറെ പ്രയോറിറ്റീസ് ഉണ്ട്. ഞാനിത് ഹമാസിൻ്റെ തലവൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് തമാശയ്ക്കല്ല. ഇന്ത്യൻ ഹമാസിൻ്റെ ഓപ്പറേറ്റീവ് അത് പിണറായി വിജയനാണ്. എല്ലാ ഈ നമ്മുടെ ഇസ്ലാമിക തീവ്രവാദികളുടെയും സംരക്ഷകനും അവർക്ക് ഫൈനാൻസിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുകയും കണ്ണടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് അവരുടെ വസ്തു കണ്ടുകെട്ടാനായിട്ട് നോക്കിയപ്പോൾ അത്ര ധൃതിയൊന്നും വേണ്ട എന്ന് പറഞ്ഞത് ആരാ? പിണറായി വിജയനാണ്. ഇപ്പം തിരഞ്ഞെടുപ്പിൽ തോറ്റത് കൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. തൽക്കാലം മിണ്ടാതെ നിൽക്കുന്നതേ ഉള്ളൂ. മിണ്ടിത്തുടങ്ങുമ്പോൾ നോക്കിയോ സൂക്ഷ്മം ഈ ലൈനിലായിരിക്കും പോകുന്നത്. അതിൽ നിന്ന് പിണറായി വിജയനും പാർട്ടിക്കും ഇനി മോചനവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഹമാസിൻ്റെ തലവൻ പിണറായി വിജയനാണെന്ന് പറയുന്നത്. ഏതായാലും ഈ ഇസ്മയിൽ ഹനീയയുടെ മരണം ഹമാസിന് ഒരു തിരിച്ചടിയായിരിക്കുമോ? ഒന്നും ആയിരിക്കില്ല. ഹമാസിന് ഒരുപാട് വിദേശ ശക്തികൾ സഹായിക്കുന്നുണ്ട്. ഇയാളൊരാൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവർക്കൊന്നും വരാനൊന്നുമില്ല. ഇവരൊന്നും തിരഞ്ഞെടുപ്പെട്ട ആൾക്കാരല്ലല്ലോ. ഈ ഗുണ്ടാസംഘത്തിൻ്റെ തലപ്പത്ത് വന്ന് പെടുന്ന ആൾക്കാരാണ് ഹമാസിൻ്റെ തലവന്മാർ. അല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നും അവർക്കില്ല. ഈ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാർ പോലെയാണ്. നമ്പർ 1 കൊന്നു കഴിഞ്ഞാൽ നമ്പർ 2 അവൻ ഓൾറെഡി നമ്പർ 1 ആണ്. നമ്പർ 1 ചാകാനിരിക്കുകയായിരുന്നു അവൻ കയറിയിട്ട് നമ്പർ 2 നമ്പർ 1 ആയിട്ട് മാറും. അതുകൊണ്ട് ഹമാസിന് ദോഷമൊന്നും വരില്ല. ഏതായാലും ഇസ്രായേലിൻ്റെ ഒരു ശത്രു അവസാനിച്ചു. അതൊരു സ്ട്രോങ് സിഗ്നലാണ്. അതെ, പ്രൊവൈഡ് ഇസ്രായേൽ ചെയ്തതാണെങ്കിൽ, ഇനി വേറെ ആരെങ്കിലുമാണ് ചെയ്തതെങ്കിൽ അവിടെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ഒരു അജ്ഞാതൻ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്, അന്താരാഷ്ട്ര അജ്ഞാത ശക്തി. അതായത് ഏതായാലും നമുക്ക് ഇന്ന് തന്നെ അറിയാൻ പറ്റുമായിരിക്കും. ഈ അജ്ഞാതനെ വിട്ട് ആളെ കൊല്ലുക എന്ന് പറയുന്ന പരിപാടി അജിത് ഡോവലിന് മാത്രമല്ല, വേറെ പലർക്കും അത് ചെയ്യാൻ പറ്റും. അദ്ദേഹം അതിന് മാതൃക ചെയ്യുന്നുണ്ടല്ലോ, ലോകത്ത് പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അജ്ഞാതനാണെങ്കിൽ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആവും. അതല്ല, ഇസ്രായേലാണെന്ന് ഇസ്രായേൽ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഇച്ചിരി കുറയും. പ്രശ്നം നിലനിൽക്കും, പക്ഷേ ഫർദർ കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ഇവിടെ ഇസ്രായേൽ പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങളല്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ മാറി. അപ്പോൾ കഥയുടെ പരിണാമഗുപ്തിയിലേക്ക് വരുന്നതേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ വലിയ വെടിയും പടക്കവും ഒക്കെ പ്രതീക്ഷിക്കാൻ നോക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.